ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. സ്പിൻ മോപ്പ് അല്ലെങ്കിൽ ഈസി മോപ്പ് എന്നൊക്കെ പറയണ ഈ മോപ്പ്, ഇതൊരു റിവ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോസോ ഒന്നുമല്ല, പകരം ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, ഒന്ന് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഈസി മോപ്പ് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് എങ്ങനെയാണ് എന്തെല്ലാം നോക്കണം, അത് വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ബക്കറ്റ് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ 2 മോപ്പും ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹാൻഡിലൊക്കെ നല്ല ഫ്ലെക്സിബിളാണ്, നമുക്ക് കൊണ്ട് നടക്കാനും ഒക്കെ നല്ലൊരു ഉപയോഗമുള്ളതാണ്. അതുപോലെ തന്നെ വീലും തന്നെ ചെറിയ വീലുകളാണ്. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അങ്ങനെയുള്ളത് നോക്കി വാങ്ങാം. 2 സൈഡിൽ മാത്രം വലിയ വീലും മറ്റു സൈഡിൽ 2 ചെറിയ വീലുള്ള അങ്ങനത്തതും കാണുന്നുണ്ട്. അപ്പോൾ അതായ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് പൊക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാലും ഒരു ഭാഗത്തേക്ക് ബാലൻസ് ഉണ്ടാവുള്ളൂ, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോവും, വെള്ളം തറയിൽ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒരുപോലുള്ളത് വാങ്ങാം. പിന്നെ ഇതാണ് ഹാൻഡിൽ. ഇത് നമ്മൾ 3 പീസായിട്ടാണ് ഉണ്ടാവുക, നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിപ്പ്, ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗം. ഇനി നൂല് നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. 2 നൂലുണ്ട്. ഒന്ന് ഞാൻ ഉപയോഗിച്ചിട്ട് ചീത്തയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, പുതിയതാണ്. ഇനി ഈ നൂലിൻ്റെ കാര്യത്തിലും തന്നെ കോട്ടൻ്റെതുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഫൈബർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പശയുള്ള ടൈപ്പിലുള്ള ഒരു പോളിസ്റ്ററിൻ്റെതും കിട്ടും. അപ്പോൾ നമ്മൾ ഇതും തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങണം. മൈക്രോ ഫൈബറിൻ്റെ തന്നെ നോക്കി വാങ്ങാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ റെഡി ആയിട്ട് നിൽക്കും. ഇനി ഇതുപോലെ തന്നെ വേഗം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ആ ക്ലിപ്പൊന്ന് ലൂസാക്കി കൊടുത്താൽ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, നമ്മൾ വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ ക്ലിപ്പ് ലൂസാക്കി വെക്കണം. ഇനി ഇവിടെ ഒരു ഹോളുണ്ട്, ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. വെള്ളം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് അതിലൊന്ന് കറങ്ങി കിട്ടുക. ഇതേപോലത്തെ ഉള്ള ഒരു പാത്രം ആ ഭാഗത്തില്ലാത്തതുകൊണ്ട് ജസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നല്ല ഈസി ആയിട്ട് കറങ്ങും. ഇനി ഈ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സമയത്തും തന്നെ ഇതിൻ്റെ ക്ലിപ്പ് നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ക്ലിപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറ തുടക്കാൻ നിൽക്കുന്ന സമയത്താണ് ക്ലിപ്പ് റെഡിയാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തുടക്കാൻ കഴിയില്ല, അത് നേരെ താഴ്ന്നു പോകും. അപ്പം ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ ക്ലിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്. പിന്നെ ആ പ്രസ് ചെയ്താൽ പിന്നെ അത് കറങ്ങൂല. നമ്മൾ പ്രസ് ചെയ്തതിൻ്റെ ശേഷം സ്പിൻ മോപ്പിൽ വെച്ചാലും കറങ്ങൂല, അതവിടെ ഫ്ലെക്സിബിളായി. ഇനി തറ തുടക്കാം. ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തും. വളരെ ഈസിയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയെങ്കിൽ തന്നെ അത് അറിയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ എന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഇതിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ ബോക്സിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വായിക്കുക, അത് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഒരു സംശയം ഇതിൽ വരാനില്ല. അതുപോലെ തന്നെ
1599 ഇതിൻ്റെ MRP ഇതിന്മേൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ 590 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ പ്രൈസ്, കൂടുതൽ വില ഒന്നുമില്ല. നല്ല ഇത് 590 എന്ന് കരുതിയിട്ട് ലോ ക്വാളിറ്റി ഉള്ള അല്ല, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉപയോഗിക്കാനും നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മോപ്പ് ചീത്തയായാലും നമുക്ക് അഡീഷണലായിട്ട് വാങ്ങാനും കിട്ടും. അത് മാത്രം, അതായത് ഈ ബക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ മോപ്പുകൾ മാത്രമായിട്ട് നമുക്ക് അഡീഷണലായിട്ട് വാങ്ങാനും കഴിയും. ഞാനിത് ഓൺലൈനിലല്ല, നേരെ മഞ്ചേരി ഷോപ്പിൽ നിന്നും വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങി നോക്കുക. ഇത്രയും കാര്യങ്ങൾ വാങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക. കടയിൽ എന്നിട്ട് നമ്മളിതൊക്കെ ഒന്ന് നോക്കിയൊക്കെ വാങ്ങിയെടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥ, വീണ്ടും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടോ, കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ.